ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ ലളിതാ പരമേശ്വരിയേ നമ. ശ്രീ മഹാദേവി നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേശാന്തിയാണ്. നമുക്ക് ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഇന്നു മുതൽ ഒരു പഠനം ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് നമുക്കതിൻ്റെ അർത്ഥവ്യാഖ്യാന സഹിതം എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകുന്ന വിധത്തിൽ ഒന്ന് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആ ലളിതാ പരമേശ്വരി ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലളിതാ സഹസ്രനാമത്തെ പറ്റിയിട്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് പറയുന്നത് എന്ന് പുരാണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ പുരാണ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കൊന്ന് അനുസ്മരിക്കാം. ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായിട്ടുള്ള ലളിതോപാഖ്യാനത്തിലെ 36-ാമത്തെ അധ്യായത്തിലാണ് ലളിതാ സഹസ്രനാമം കാണുന്നത്. ഇത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന ആ ലളിതാ സഹസ്രനാമം കാണുന്നതായിട്ട് നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിന് 3 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പൂർവഭാഗം, മധ്യഭാഗം, ഉത്തരഭാഗം. ഇങ്ങനെ ഈ 3 ഭാഗങ്ങളുള്ളതിൽ ആദ്യത്തേത് ഉപദേശത്തിൻ്റെ പശ്ചാത്തലവും, രണ്ടാമത്തേത് മന്ത്രസംഹിതയും, മൂന്നാമത്തേത് ഫലശ്രുതിയുമായിട്ടാണ് ഇതിൻ്റെ ഇതിവൃത്തം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഹയഗ്രീവൻ ലളിതാദേവിയുടെ അവതാര കഥയും അവതാര ലീലകളും അഗസ്ത്യ മഹർഷിക്ക് വർണ്ണിച്ചു കൊടുത്തു. അതിനുശേഷം ദേവിയുടെ ധാമമായിട്ടുള്ള ശ്രീപുരത്തിൻ്റെ വർണ്ണന, ദേവിയുടെ മന്ത്രമായ പഞ്ചദശാക്ഷരിയുടെ മാഹാത്മ്യം, അതേപോലെ ശ്രീയന്ത്രം, ശ്രീവിദ്യ, ലളിതാംബിക, അതേപോലെ ശ്രീഗുരു, ഇതിൻ്റെയൊക്കെ ഏകത്വ ബോധനവും ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് നിർവഹിച്ചു കൊടുത്തു. അപ്പോൾ ദേവിയുടെ ഉപദേവതമാരുടെ സഹസ്രനാമങ്ങളും ഉപദേശിച്ചു കൊടുത്തു. പക്ഷേ ഹയഗ്രീവൻ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചിട്ട് ഒന്നും തന്നെ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി ഉപദേശിക്കാൻ അഗസ്ത്യ മഹർഷി അപേക്ഷിച്ചത് അതായത് അത് മനസ്സിലാക്കണമെന്നുള്ള അത്യധികമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം ഹയഗ്രീവനെ അറിയിച്ചപ്പോഴാണ് ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലളിതാ സഹസ്രനാമം ഏറ്റവും നിഗൂഢമായിട്ടുള്ളതും അതേപോലെ തന്നെ മന്ത്രശക്തി പൂർണ്ണവും മാഹാത്മ്യം ഏറിയതും ആയതുകൊണ്ടാണ് ഇത് ആദ്യം മറ്റുള്ളത് പറഞ്ഞു കൊടുത്തൊരു കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തരാതിരുന്നത് എന്ന് ഹയഗ്രീവൻ അഗസ്ത്യനോട് പറയുകയാണ്. അപ്പോൾ ഇത് പുരാണങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഏത് പുരാണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഈ വളരെ തത്വപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ വർണ്ണിച്ചു കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കേൾക്കണമെന്ന് അത്യധികമായിട്ട് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പുരാണ മതം തന്നെ. ഇപ്പോൾ രാമായണം നോക്കിയാലും ഭാഗവതം നോക്കിയാലും നമുക്കത് കാണാം. രാമായണത്തിൽ ശ്രീരാമൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ തത്വമസ്യാദി വാക്യാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഈ തത്വങ്ങൾ എല്ലാവരുടെയും ചെവിയിൽ ഓതിക്കൊടുക്കാൻ പാടില്ല. കേൾക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള
ഒരു വ്യക്തി ഗുരുവിൻ്റെ സവിധത്തിൽ വന്ന ഗുരു ആ ശിഷ്യനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് ഉപദേശിച്ച് കൊടുക്കേണ്ടത് എന്ന് ശ്രീരാമൻ പറയുന്നു. അതേപോലെ തന്നെ ശ്രീ ശുകബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന അവസരത്തിലും ഈ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം എന്നുള്ള ദശലക്ഷണങ്ങളിൽ 7ാമത്തെ ആയിട്ടുള്ള നിരോധം എന്നുള്ള ഭാഗം വരുന്നതിന് മുമ്പ് അത് ശ്രീകൃഷ്ണ കഥകളാണ്. അതിന് കുറച്ച് മാഹാത്മ്യം പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ശ്രീകൃഷ്ണ കഥകൾ കേവലം ഒരു ശ്ലോകത്തിൽ ഒതുക്കി നവമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മഹാരാജാവിന് വളരെ സങ്കടമായി എന്നാണ്. കാരണം താൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ചരിതങ്ങൾ അടങ്ങിയിട്ടുള്ള കൃഷ്ണാവതാര കഥ കേൾക്കാനാണ് അക്ഷമയോട് കൂടിയിട്ട് ഇത്രയും നേരം കാത്തിരുന്നത്. മറ്റുള്ള കഥകളൊക്കെ ഗുരുനാഥൻ വിസ്തരിച്ച് പറഞ്ഞു നിന്നപ്പോൾ ഈ കഥ മാത്രം വളരെ ചുരുക്കി പറഞ്ഞു തന്നു. സങ്കടമായി അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് ശ്രീശുവിനോട് പറഞ്ഞു, ആ കഥകൾ കൂടി വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴാണ് ശ്രീ ശുകബ്രഹ്മർഷി ആ ശ്രീകൃഷ്ണാവതാര കഥകൾ ദശമസ്കന്ധത്തിൻ്റെ ആദ്യം മുതൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കേൾക്കണമെന്ന് അത്യധികം ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഹയഗ്രീവൻ അഗസ്ത്യന് അത് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്ഭവകഥ എങ്ങനെയാണ്? ഒരിക്കൽ ഈ ലളിതാ പരമേശ്വരി ദേവി ലോകകല്യാണാർത്ഥം വശിനി കാമേശി തുടങ്ങിയ ദേവതകളെയൊക്കെ വിളിച്ചിട്ട് വാഗ്ദേവതകളെ ഈ ശ്രീചക്രത്തിൻ്റെയും ശ്രീ വിദ്യാമന്ത്രത്തിൻ്റെയും മറ്റു മന്ത്രങ്ങളുടെയും ഒക്കെ രഹസ്യങ്ങൾ അറിയുന്ന നിങ്ങൾ എൻ്റെ മാഹാത്മ്യം വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു സഹസ്രനാമം, 1000 നാമങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സഹസ്രനാമം രചിക്കണം എന്ന് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സകല ദേവീദേവന്മാരും സന്നിഹിതരായിട്ടുള്ള വേദിയിലെ ചിന്താമണി ഗൃഹത്തിലാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ വാസം. ആ ചിന്താമണി ഗൃഹത്തിൽ സകല ദേവീദേവന്മാരും ചെന്ന് ദേവിയെ പൂജിക്കുന്ന, അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ ആ അവസരത്തിൽ ദേവി തൻ്റെ കണ്ണുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾക്ക് ഒരു ആംഗ്യം കാണിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആ വശിന്യാദി വാഗ്ദേവതമാർ അവർ രചിച്ചിട്ടുള്ള ആ സഹസ്രനാമം അവിടെ പാരായണം ചെയ്തു. അപ്പോൾ ഇത് കേട്ടവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നാണ്. അത്ഭുതത്തിനേക്കാൾ കൂടുതലായിട്ട് ആനന്ദമഗ്നരായിട്ട് സന്തുഷ്ടരായി അവരെല്ലാവരും ദേവിയെ സ്തുതിച്ച് തുന്തിലമായിട്ടിരിക്കുന്ന അവസരത്തിൽ ദേവി അവരോട് പറഞ്ഞു എന്നാണ്, എല്ലാവരും ഈ ലളിതാ സഹസ്രനാമം എൻ്റെ പ്രീതിക്കായിട്ട് നിത്യവും ജപിക്കാനെടുക്കുക. ഈ ലളിതാ സഹസ്രനാമം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഈ സഹസ്രനാമം ജപിച്ച് എന്നെ സ്തുതിക്കുന്നവരുടെ എല്ലാ അഭിഷ്ടങ്ങളും ഞാൻ സാധിച്ച് കൊടുക്കുന്നതാണ് എന്ന് അവരോട് ദേവി അരുളി ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ലളിതാ സഹസ്രനാമം ഇത്ര പ്രാധാന്യമേറിയതും മഹത്വമേറിയതും ആയിട്ട് മാറാനുള്ള ഒരു കാരണം. അപ്പോൾ ശക്തിയുടെ ആ പൂർവാവതാര കാലത്ത് ശിവൻ്റെ കോപത്തിന് പാത്രമാവുന്ന കാമദേവൻ ശിവൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ച് ആയി എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാമദേവൻ ഭസ്മമായ ആ സമയത്ത് ചിത്രകാമൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതം ആ ഭസ്മം കൊണ്ട് ഒരു മനുഷ്യരൂപം വരച്ചു എന്നാണ്. അപ്പോൾ ശിവൻ ആ ചിത്രത്തിലേക്ക് തൻ്റെ കടാക്ഷം ചെയ്തതോടുകൂടി ആ ചിത്രത്തിന് ജീവൻ വച്ചു എന്നാണ് പുരാണ കഥകളിലൊക്കെ പറയാറുള്ളത്. ആ ജീവൻ വച്ച രൂപം ഒരു മനുഷ്യാകൃതി കൊണ്ട് ഭീമാകാരമായിട്ടുള്ള മനുഷ്യരൂപം കൈക്കൊണ്ടുകൊണ്ട് ശതരുദ്രീയം ചൊല്ലി ശിവനെ സ്തുതിച്ചു എന്നാണ്. അപ്പോൾ അതിൽ പ്രീതനായ ശിവൻ 60,000 വർഷം സ്വർഗാധിപത്യം ആ മനുഷ്യരൂപത്തിന് വരദാനം ചെയ്തു എന്നാണ്. ഭണ്ഡാസുരൻ എന്ന് പേരായിട്ടുള്ള അസുരനായി തീർന്നു അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഈ സ്വർഗാധിപത്യം തുടങ്ങിയ അന്ന് മുതൽ
എല്ലാ ദേവന്മാരെയും പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ ധർമ്മത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ കണ്ട് ദുഃഖിതരായിട്ടുള്ള ദേവന്മാരോട് ഇനി എന്താണ് സ്വർഗം വീണ്ടെടുക്കുന്നത് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിലിരിക്കുമ്പോൾ നാരദ മഹർഷി അവരുടെ അടുത്ത് വന്ന് യാഗം ചെയ്ത് പരാശക്തിയെ ഭജിക്കാനായിട്ട് നാരദൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ദേവന്മാരെല്ലാവരും കൂടി ആദിപരാശക്തിയെ ഉപാസിച്ച് അപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്ന് ശ്രീചക്രസ്ഥിതയായിട്ടുള്ള ദേവി ഉത്ഭൂതയായി എന്നാണ് കഥ. അപ്പോൾ ഉത്ഭൂതയായിട്ടുള്ള ആ ദേവി കന്യകയാണ്. അപ്പോൾ ഭണ്ഡാസുരനെ ഒരു കന്യകയ്ക്ക് വധിക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ദേവി ഒരു വരണമാല്യമെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞു എന്നാണ്. അപ്പോൾ അത് ശിവൻ്റെ കഴുത്തിൽ ചെന്ന് വീഴുകയും ദേവി ശിവകാമേശ്വരനെ വരിക്കുകയും ചെയ്തു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കഥകളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള 4 ദിവസം ഭണ്ഡാസുരനുമായിട്ട് യുദ്ധം ചെയ്ത് അസുരനെയും അനുചരന്മാരെയും ഒക്കെ ദേവി ഉന്മൂലനം ചെയ്ത് ഭണ്ഡാസുര വധാനന്തരം ദേവി ദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് മന്മഥനെ, അതായത് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം ദേവി മഹാമേരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ശിഖരത്തിൽ മയനാലും വിശ്വകർമാവിനാലും നിർമ്മിതമായിട്ടുള്ള ശ്രീപുരത്തിൽ പോയി അവിടെ ചിന്താമണി ഗൃഹത്തിൽ കാമേശ്വരനോടൊത്ത് സസുഖം വാഴുന്നു എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉത്ഭവകഥയും അതിലെ അവതാര കഥയും മനസ്സിലാക്കി. ഇനി ഈ സഹസ്രനാമത്തിന് എന്താണ് പ്രാധാന്യം വരാൻ കാരണം, അല്ലെങ്കിൽ അനവധി സഹസ്രനാമങ്ങളുണ്ട്, ആ സഹസ്രനാമത്തിൽ നിന്നെല്ലാം എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു തിരഞ്ഞെടുത്തിട്ടുള്ള 1000 നാമങ്ങൾ ദേവിയെ ഉപാസിക്കുന്ന, ആ സഹസ്രനാമം ചൊല്ലി ഉപാസിക്കുന്ന ആ ഒരു സമ്പ്രദായം തന്നെ വേദകാലത്തിന് ശേഷമാണ്, അതായത് ഇതിഹാസങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടെയാണ് ഈ ഭൂമിയിൽ നിലവിൽ വന്നതെന്നാണ് പല പുരാണങ്ങളും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ പ്രധാനം യജുർവേദത്തിലെ രുദ്രാധ്യായം എന്നുള്ള ഭാഗം, അല്ലെങ്കിൽ ആ ഭാഗം ഇതിന് ഒരു കൂടുതൽ പ്രചോദനമായി തീർന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നതായിട്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ സഹസ്രനാമങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ സ്ഥാനം വിഷ്ണു സഹസ്രനാമത്തിനാണോ എന്നും കരുതപ്പെടുന്നു. അതിനു മുമ്പ് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം മന്ത്രതന്ത്രശാസ്ത്രങ്ങൾ വ്യക്തമായിട്ടുള്ള വികാസം പ്രാപിച്ച ശേഷമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആവിർഭാവം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ അമൂർത്തമായ ആശയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. അതായത് വിഷ്ണുവിൻ്റെ മാനുഷിക ഭാവം വർണ്ണിക്കുന്ന വളരെ കുറച്ച് മന്ത്രങ്ങളെ അതിലുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ലളിതാ സഹസ്രനാമം നമ്മൾ നോക്കുമ്പോൾ ദേവിയുടെ സൂക്ഷ്മവും പരമവുമായിട്ടുള്ള തത്വങ്ങൾ സൂചിപ്പിക്കുന്ന മന്ത്രങ്ങളോടൊപ്പം തന്നെ ദേവിയുടെ ശീലഗുണങ്ങൾ ആയിട്ട് രൂപം, ധാമം, അലങ്കാരങ്ങൾ, അവതാരകഥകൾ അങ്ങനെ തുടങ്ങിയ മാനുഷിക ഭാവങ്ങൾക്കും ഒരു പ്രത്യേക പ്രാധാന്യം തന്നെ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്തൻ്റെ ഭാവനയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഉപാസന എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു രീതിയിൽ ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിൻ്റെ രചയിതാക്കൾ തന്നെ ദേവതകളാണല്ലോ. ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഭാഷാപരമായിട്ടുള്ള അനവദ്യതയാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല എന്നുള്ളതാണ്. കാരണം
പൗനരുക്ത്യം എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് മന്ത്രങ്ങളുടെ ആവർത്തനം ലളിതാ സഹസ്രനാമത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഹസ്രനാമത്തിൽ 76 നാമങ്ങൾ 2 തവണയും 13 നാമങ്ങൾ 3 തവണയും 2 നാമങ്ങൾ 4 തവണയും ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്കത് ജപിക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. എന്നാൽ ലളിതാ സഹസ്രനാമത്തിൽ ഒറ്റ നാമം പോലും ആവർത്തിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ച, അഭി തുടങ്ങിയിട്ടുള്ള അവ്യയങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് മറ്റ് സഹസ്രനാമങ്ങളിൽ ധാരാളമായിട്ട് കാണാം. എന്നാൽ ലളിതാ സഹസ്രനാമത്തിൽ അതിദീർഘമായിട്ടുള്ള സമസ്തപദങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇത്തരം അവ്യയങ്ങൾ ഒന്നും തന്നെ പ്രയോഗിക്കാതെ അതിമനോഹരമായിട്ടുള്ള കാവ്യഭാഷയിൽ വൃത്ത നിബദ്ധതയും മന്ത്രശക്തി പൂർണ്ണതയും കൈവരിച്ചിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം കൈവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മന്ത്രത്തിൻ്റെ അർത്ഥപുഷ്ടിയും ഭാഷയുടെ സൗകുമാര്യവും ഒട്ടും തന്നെ ചോർന്നു പോവാതെ കൊണ്ട് ഇത് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാം. വാഗ്ദേവതകൾ തന്നെ രചിച്ചതുകൊണ്ടായിരിക്കാം ഈ അനന്യമായിട്ടുള്ള അനവദ്യത അതിൽ പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അനേകാക്ഷരികളായിട്ടുള്ള നാമങ്ങളുടെ ബാഹുല്യം ലളിതാ സഹസ്രനാമത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള മികവിനെ കൂടുതൽ വെളിവാക്കി തരികയാണ് ചെയ്യുക. വിഷ്ണു സഹസ്രനാമത്തിലെയും ലളിതാ സഹസ്രനാമത്തിലെയും മന്ത്രങ്ങളുടെ അക്ഷരവിന്യാസം നമ്മൾക്കൊന്ന് താരതമ്യ പഠനം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏകാക്ഷരി മന്ത്രങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ 3 എണ്ണമുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ 3 എണ്ണമുണ്ട്. ദ്വയാക്ഷരി മന്ത്രങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ 74 എണ്ണമുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ 338 എണ്ണമുണ്ട്. അതേപോലെ ചതുരാക്ഷരി മന്ത്രങ്ങൾ 228 ലളിതാ സഹസ്രനാമത്തിലുണ്ട്, 273 വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. പഞ്ചാക്ഷരികൾ ലളിതാ സഹസ്രനാമത്തിൽ 122 ഉണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ 106 എണ്ണമുണ്ട്. ഷഷ്ടാക്ഷരികൾ 56 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, 34 എണ്ണം വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. എന്നാൽ സപ്താക്ഷരികൾ ലളിതാ സഹസ്രനാമത്തിൽ 2 എണ്ണമേ ഉള്ളൂ, വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നും തന്നെയില്ല. അതേപോലെ അഷ്ടാക്ഷരികൾ 242 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, 18 എണ്ണം വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. പിന്നെ ദശാക്ഷരികൾ 7 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നും തന്നെയില്ല. ഏകാദശാക്ഷരികൾ 3 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നും തന്നെയില്ല. ദ്വാദശാക്ഷരി മന്ത്രങ്ങൾ 3 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നുമില്ല. ഷോഡശാക്ഷരി മന്ത്രം 72 എണ്ണം ലളിതാ സഹസ്രനാമത്തിലുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നും തന്നെയില്ല. ഇനി ശ്ലോകങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 182.5 ശ്ലോകമാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അതായത് 182 ശ്ലോകവും ഒരു ശ്ലോകത്തിൻ്റെ പകുതി. വിഷ്ണു സഹസ്രനാമത്തിൽ ഇത് 107 ശ്ലോകങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാണുക. പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ ഓരോ നാമത്തിനും പ്രത്യേക മന്ത്രസങ്കേതങ്ങളുണ്ട്. അതേപോലെ സ്തോത്രപാരായണം കൊണ്ടും അർച്ചന കൊണ്ടും ഒക്കെ മന്ത്രോദ്ധാരണം സംഭവിക്കുന്ന രീതിയിലാണ് ഇവയുടെ വിന്യാസം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഭാഷാപരമായിട്ടുള്ള സൗന്ദര്യത്തോടും പൂർണ്ണതയോടും ഒപ്പം തന്നെ മന്ത്രശക്തിയും നിഗൂഢ തത്വപ്രകാശനവും ഒരേ ക്ഷണത്തിൽ തന്നെ സാധിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ലളിതാ സഹസ്രനാമത്തിൽ കാണാം. ഇങ്ങനെ ഏതേത് രീതിയിൽ നോക്കിയാലും ലളിതാ സഹസ്രനാമം അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു സ്തോത്രമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും. ഇനി ഇതിൻ്റെ അനുഷ്ഠാന രീതികൾ നോക്കുകയാണെങ്കിൽ ശ്രീചക്ര പൂജ, പഞ്ചദശാക്ഷരി മന്ത്രജപം, അതേപോലെ ലളിതാ സഹസ്രനാമ പാരായണം, ഇതൊക്കെയാണ് ശക്തി ഉപാസനയുടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീചക്ര പൂജയും പഞ്ചദശാക്ഷരി മന്ത്രജപവും ചെയ്യുന്നവർക്ക് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് അർച്ചന ചെയ്യാതെ കണ്ട് സാധിക്കില്ല. അപ്പോൾ സഹസ്രനാമം മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ അർച്ചന ചെയ്യാമെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ സഹസ്രനാമ കീർത്തനം കൊണ്ടോ അർച്ചന കൊണ്ടോ മറ്റു രണ്ടിൻ്റെയും കൂടി ഫലം സിദ്ധിക്കുമെന്നും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രഭാതസ്ഥാനം കഴിഞ്ഞുള്ള സമയത്താണ് ഈ
സ്തോത്ര കീർത്തനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്നും അതിൽ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അതേപോലെ ഇത് ജപിക്കേണ്ട ദിവസങ്ങൾ നിത്യവും പാരായണം ചെയ്യാം. ഇനി നിത്യപാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് പ്രധാനപ്പെട്ട സംക്രാന്തി ദിവസങ്ങൾ, അതായത് മേടസംക്രമം, കർക്കടക സംക്രമം, തുലാസംക്രമം, മകരസംക്രമം, അതേപോലെ നവമി തിഥി, ചതുർദശി തിഥി, പൗർണമി തിഥി, വെള്ളിയാഴ്ച, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ വരണ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഗ്രഹണകാലങ്ങൾ, സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണകാലങ്ങൾ, ഈ സമയത്തൊക്കെ ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് അതിവിശേഷമാണ് എന്നും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. അതേപോലെ സ്ത്രീ പുരുഷ ബാലാവൃത്ത ഭേദമന്യേ ആർക്കും ഏത് കാലത്തും അനുഷ്ഠിക്കാവുന്ന ഭക്തി സംവർദ്ധകമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിട്ട് തന്നെ ലളിതാ സഹസ്രനാമത്തെ നമുക്ക് പാരായണം ചെയ്യാം. അതേപോലെ അർച്ചന നടത്താം. അതിനൊരു നിശ്ചിത സമയം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും, അല്ലെങ്കിൽ ആശാസ്യമായിരിക്കും എന്ന് പറയാതെ തരമില്ല. സമയം തെറ്റിയാലും അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല. അതേപോലെ അർച്ചന ചെയ്യുമ്പോൾ നമ്മൾ വളരെ മന്ത്രം ആയതുകൊണ്ട് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് തന്നെ ജപിക്കാൻ നോക്കണം. മന്ത്രങ്ങൾ തെറ്റാതെ കണ്ട് ജപിക്കുമ്പോൾ പഠിക്കുന്ന കാലത്തൊക്കെ തെറ്റിച്ചെല്ലി എന്ന് വെച്ചിട്ട് അതിനൊന്നും ഒരു ദോഷവും വരാനില്ല. കാരണം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി തൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ ഇച്ച എന്ന് വിളിച്ചാലും അത് അച്ഛനെയാണ് വിളിക്കുന്നത് എന്ന് അച്ഛന് മനസ്സിലാവുന്നത് പോലെ തന്നെ നമ്മളൊരു മന്ത്രം തെറ്റി ജപിച്ചാലും അത് ദേവിയെയാണ് ഉദ്ദേശിച്ചത് എന്ന് ദേവിക്കറിയാം എന്നുള്ളത് കൊണ്ടും, പക്ഷേ അത് നമ്മുടെ അറിവില്ലാത്ത സമയത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠനശേഷം ഒരു കാരണവശാലും തെറ്റ് ജപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പഠിക്കണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തെറ്റ് ജപിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നും തെറ്റ് ജപിക്കുക എന്നുള്ളതല്ല, അത് കൃത്യമായിട്ട് ജപിക്കാൻ പഠിക്കണം. അതനുസരിച്ച് അവിടെയൊക്കെ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉള്ളത്. ഈ ലളിതാ സഹസ്രനാമം നിത്യപാരായണം ചെയ്യുന്നതുകൊണ്ട് അന്നവസ്ത്രാദികൾക്ക് ഒരിക്കലും മുട്ടുണ്ടാവില്ല എന്നും ദേവി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലശ്രുതിയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജപിക്കാതെ കണ്ട് ആ ദേവിയുടെ പാതാരവിന്ദ കമലങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തന്നെ ആ ദേവിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ആ ദേവിയുടെ സുന്ദരമായിട്ടുള്ള 1000 സൂര്യചന്ദ്രന്മാരൊന്നിച്ചുദിച്ചുയർന്നു വരുന്ന ആ തേജസ്സോട് കൂടിയിട്ടുള്ള ആ ദേവിയുടെ മനോമോഹനമായിട്ടുള്ള രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം. അടുത്ത ദിവസം അതിൻ്റെ ധ്യാനം, ആ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം വരുന്ന ഓരോ ദിവസങ്ങളിലും കുറേശ്ശെയായിട്ട് നമുക്ക് ആ നാമങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി ജഗദംബിക നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ത്രിപുരസുന്ദര്യൈ നമഃ.